ഫോർഡ് എൻഡവറുമായിട്ട് മരുഭൂമിയിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. മരുഭൂമിയിൽ മൂന്നാമത്തെ സ്റ്റേജിൽ ഡ്രൈവിങ്ങിനിടയ്ക്ക് എൻഡവർ ഇവിടെ കുടുങ്ങി. ഈ കുടുങ്ങിയ എൻഡവറിനെ നമ്മൾ എങ്ങനെ തിരിച്ചു കയറ്റും? നല്ലൊരു കിടുക്കാച്ചി വീഡിയോയുമായിട്ട് ആണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. മുഴുവൻ കാണുക. 1-2 വീഡിയോകൾ നമ്മൾ മരുഭൂമിയിലെ കാഴ്ചകളുണ്ടാവും. പക്ക രാജസ്ഥാനിലെ താർ ഡെസേർട്ട്. മരം കോച്ചുന്ന തണുപ്പത്ത്, അങ്ങനെ തന്നെ പറയാം, മരുഭൂമിയിലാണുള്ളത് ഇപ്പോൾ. യെസ്, അപ്പോൾ ഇന്നാണ് ആ ദിവസം. നമ്മൾ മരുഭൂമിയിലൂടെ വണ്ടി ഓടിക്കാൻ പോകുന്നു അലോങ് വിത്ത് നമ്മുടെ ചൗധരി സാർ. അപ്പോൾ രാവിലെ ഇറങ്ങി രാവിലെ 5 മണിക്ക് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. 6 o'clock വി റീച്ച് ഹിസ് പ്ലേസ്. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടുള്ള വരവ്, the drive from your place till here was like you took an off-roading, like in between you took a shortcut and there you got a counter steer and I was like wow. Then ഇവിടെ വന്നിട്ട് ഈ ഡെസേർട്ടിലോട്ട് കയറി വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലം കണ്ട, ഇത് താഴെ നോക്കിയേ. ഞാൻ ചാടി കഴിഞ്ഞാൽ മറിഞ്ഞടിച്ച് താഴെ വീഴും. ഇവിടെ കൊണ്ട് വണ്ടി നിർത്തി. ഞങ്ങൾ ഇവിടെ കൊണ്ട് വണ്ടി നിർത്തുമ്പോഴത്തേക്കിനും there is no sunlight. ഇവിടെ സൂര്യപ്രകാശം വന്ന് നോക്കിയപ്പോഴാണ് മുമ്പിൽ അഗാധമായ ഒരു കുഴി എന്ന് പറഞ്ഞത്. ഭ്രമര സിനിമയിൽ ലാലേട്ടൻ നിർത്തിയ പോലെയാ നിർത്തിയത്. ഞാൻ കിടുങ്ങിപ്പോയി. ഇറ്റ് വാസ് സൂപ്പർ ഫൺ. നൗ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇനി ഡെസേർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ടയറിന്റെ കാറ്റൊക്കെ ഊരി വിടണം. അതൊക്കെ ഊരി വിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ പോവുള്ളൂ. പ്രഷർ 20 PSI ആക്കണം. 20 റൈറ്റ്? 20. ഓക്കെ, 20 ആക്കണം. നമ്മൾ ഓൾറെഡി 32 അതിനകത്ത് ഉണ്ടായിരുന്നത്. സോ എ കിഡിലൻ എപ്പിസോഡ്, കിഡിലൻ ഡ്രൈവ് ഓൺ ഡെസേർട്ട് വിത്ത് ചൗധരി സാർ. हमने उस पे रफ टेरेन पे लिया था ना अभी, तो वहाँ पे 2 कर्व इतने बढ़िया है ड्रिफ्टिंग के लिए. एक कर्व पे मैंने थोड़ा सा हिलाया आप लोगों को. അത് നമ്മളിപ്പോൾ കാറ്റൂരി വിട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടല്ലേ? കാറ്റൂരി വിടുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിലുള്ള ടൂൾസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ചാവി വെച്ചിട്ട് നമുക്ക് കാറ്റൂരി വിടാം. പക്ഷേ പിന്നെ ആ കാറ്റിൻ്റെ ഗേജ് നോക്കുന്ന ഒരു മീറ്റർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി ഇത് തിരിച്ച് കാറ്റ് കയറ്റാനായിട്ട് പമ്പ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഒരു ബാക്കപ്പ് വണ്ടി ഇപ്പോൾ വരും. ഒരു ബാക്കപ്പ് വണ്ടി നമുക്കിപ്പോൾ വരും. അപ്പോൾ ഇത്രയും സജ്ജീകരണങ്ങളോട് കൂടിയാണ് നമ്മൾ ഈ ഡെസേർട്ടിലേക്ക് പോകുന്നത്. ഈ മരുഭൂമിയിലേക്ക് നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്നത് വെറുതെ അല്ല. നിങ്ങൾ ഒരിക്കലും ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും വണ്ടിയും
വണ്ടിയും എടുത്തുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകാൻ പാടില്ല. ഇതിന് പ്രോപ്പറായിട്ട് പെർമിഷൻ എടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ പെർമിഷൻ എടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെ, ഇപ്പം ഇദ്ദേഹം ഗവൺമെൻറ്റിൽ നിന്ന് ലീസിനെടുത്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ വണ്ടിയുമായിട്ട് പോകുന്നത്, അതും വിത്ത് പ്രോപ്പർ പെർമിഷൻ. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഡ്രോൺ പറത്തുന്നതിന് ഒത്തിരി ലീഗൽ ഇഷ്യൂസ് ഉണ്ട്, അതും പ്രോപ്പറായിട്ട് പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ വോക്കി ടോക്കി ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് റേഞ്ച് കൂടിയ വോക്കി ടോക്കികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതും പ്രശ്നങ്ങളാവും. കാരണം വി ആർ വെരി നിയർ ടു പാകിസ്ഥാൻ ബോർഡർ. 45 കിലോമീറ്റർ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് പാകിസ്ഥാൻ ബോർഡറിലോട്ടുള്ളൂ. സോ അതെ, ഡ്രോണും വോക്കി ടോക്കി എത്രമാത്രം നമ്മുടെ സുരക്ഷയെ ബാധിക്കും, ഉപയോഗിക്കുക പെർമിഷനിലാണ് ഉപയോഗിച്ചാൽ എന്നുള്ളത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊരു വാർണിംഗ് ആയിട്ട് തന്നെ എടുത്തോളാം. അപ്പോൾ ഇനി നമുക്ക് ചൗധരി സാറിനോടൊപ്പം ആ ഡെസേർട്ട് ഡ്രൈവിന് പോകാം. ഇവിടുന്ന് ചാടിക്കാമോ എന്ന് ഞാനിപ്പോൾ ചോദിച്ചു, പക്ഷേ ഇപ്പം ചാടിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ചാടിക്കും എന്നുള്ളത്. ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നെ, അയ്യോ, you could have told me. ഞാനിത് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നേ. I wanted to shoot it from outside. എൻ്റെ പൊന്നു, ഓ ദേടാ, എമിലേ കണ്ടാ ചെയ്യണ്ടേ? അടിപൊളി മോനെ. ഇവിടെ മൊത്തം വണ്ടി ഓടിച്ച പാടാണ് ചാടുന്നത്. ഇത് നമ്മൾ ഇതിനകത്തിരുന്ന് ഷൂട്ട് ചെയ്യണം, ഒരു കാര്യമില്ല കേട്ടോ, അത് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യണം. ഇത് നമുക്ക് എൻജോയ് ചെയ്യാം. അതെ, ശേഷം വീണ്ടും തുടങ്ങാൻ പോകണം. अभी बहुत अच्छा एक्सपीरियंस है, हम लोग बहुत एंजॉय कर रहे हैं. എന്റെ പൊന്നെ, ഹരിസക്ക ഡർ ഹേ? डर कुछ नहीं. മരുഭൂമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പൊ പച്ചപ്പൊക്കെ ഉള്ള മരുഭൂമിയാ. ഇടക്കിടക്ക് കുറെ പച്ചപ്പുണ്ട്, പിന്നെ കുറെ സാൻഡ് ഡ്യൂൺസ് ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട്. നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ദേ വെച്ച് ചാടാൻ പോണു. എന്റെ പൊന്നു, അപ്പൊ ചൗധരി സാറ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 4 ഉണ്ട്. ഫസ്റ്റ് ഉള്ളത് കുറച്ച് ഹാർഡായിട്ടുള്ളത്, കുറച്ച് ഈസിയാണ്. പിന്നെ ഇത് ഹാർഡായിട്ടുള്ളത് ഈസി ആണെന്നോ? അല്ല, ഹാർഡായിട്ടുള്ള ഇത് സർഫേസ്. അങ്ങനെ ഇത് കുറച്ചും കൂടെ ലൂസാണ്. അത് നെക്സ്റ്റ് സ്റ്റേജ് ഇച്ചിരി ലൂസ്. ഇനി വരുമ്പോ അടുത്ത ടഫ് ഇതാണ്. അങ്ങനെ 4ാമത്തെ സ്റ്റേജ് ഏറ്റവും ടഫുള്ള സംഭവം. അപ്പൊ ആദ്യം ഈ 4 സ്റ്റേജിൽ ഓടിക്കും, അത് കഴിഞ്ഞിട്ട് ഈ 4 സ്റ്റേജ് എനിക്ക് പഠിപ്പിച്ചു തരാം. അത് ശരി. അപ്പൊ നമ്മള് ഒരു ചെറിയൊരു റൗണ്ട് കഴിഞ്ഞു. കണ്ടോളൂ, ഇതൊരു കിട്ടില്ലെങ്കിൽ സാധനമായിരിക്കും. ഇവിടെ ഇപ്പോഴും നല്ല തണുപ്പുണ്ട് ആക്ച്വലി ഡെസേർട്ടിൽ. ഈ ഒരു സൺറൈസ് ആയി വന്നതേ ഉള്ളൂ. സമയം ഇപ്പോൾ 7 മണിയായി. 7:15 7:20 ആകുമ്പോഴാണ് ഇപ്പം സൺറൈസ് സംഭവിക്കുന്നത്. ചരിഞ്ഞിങ്ങനൊക്കെയാ വണ്ടി ഇറങ്ങിപ്പോകുന്നത്. ഇങ്ങനൊക്കെയാ ഇറങ്ങിപ്പോകുന്നത്. ഇതൊക്കെ പുറത്തുനിന്ന് എടുക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഹരിസ്ക, രാവിലെ കഴിക്കാതെ വന്നത് നന്നായില്ലേ? ഇല്ലെങ്കിൽ എല്ലാ വണ്ടിയുടെ അകത്തായി. എന്റെ പൊന്ന്, താനവിടെ ആണോ? ഇതേ ഈ സാധനം നമ്മൾ ഇപ്പൊ കേറിയില്ല, ഇപ്പൊ വീണ്ടും ഇപ്പൊ ഓടിച്ചു കയറ്റുന്നു. ഇതെന്താടാ ഇത്? അടിപൊളി. ആ ദേ താറവിടെ കിടക്കുന്നത് എന്ത് രസമാണെന്ന്. എവിടെയാ നിൽക്കുന്നത്? പൊരിച്ചത് ആ മലയുടെ മേളിൽ താറ് നിൽക്കുന്നുണ്ടോ? മലയല്ല, മണ്ണിന്റെ മേളിൽ താറ് നിൽക്കുന്നുണ്ടോ? Oh my God. ഇവരൊക്കെ ഇവിടത്തെ പുലിക്കുട്ടികളാട്ടാ. ഇത് പുലിയൊന്നും അല്ല, ഇത് പുലി. അതെ അതെ, ദേ കുഴിക്കാത്തി കാണാൻ പോകുന്നു. നമ്മൾ
നമ്മൾ ഈ 4 ഘടാഘടിയന്മാരായ 4 പേരെയും വെച്ചോണ്ടാണ് ഈ വണ്ടി പുഷ്പം പോലെ ഇതിനകത്തോടെ പോകുന്നത് അല്ലേ അല്ലേ? എന്താണല്ലേ, വേറെ എന്നാ വേണം ഇനിയിപ്പോ അകത്ത്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് ടെറൈൻ. അങ്ങനെ നമ്മൾ മറ്റൊരു ടെറൈനിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. ഇതിപ്പോ ശരിക്കും കുറച്ചും കൂടെ ഒക്കെ ഫൈനസ്റ്റ് ആയി മാറുന്നുണ്ടല്ലേ ഇവലെ? ഇടാ വലിയ പൂഴി. ഓ ഇതിനകത്തെല്ലാം വണ്ടി ഇറക്കിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ വണ്ടി ഇല്ലാത്ത പാടൊന്നുമില്ല, ഫുള്ള് വണ്ടികളുടെ പാടുകളാണ്. വണ്ടി എവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റിവേഴ്സ് ഇടുന്നു, റിവേഴ്സ് എൻഗേജ് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് മുമ്പോട്ടെടുക്കുന്നു. ഡിഫ് ലോക്ക് 4 ലോ. ഇതിപ്പോൾ 4 വീൽ എൻഗേജ് ചെയ്തു. എന്നിട്ട് വണ്ടി ഇപ്പോൾ അവിടെ ഫുൾ സ്റ്റക്കാണ് ഉണ്ടല്ലേ. സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് 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 അവിടെ നിന്ന് അനക്കുകയുണ്ടോ, വളരെ സിമ്പിളായിട്ട്. Basically 4 low using for only the situation when you are going to stuck. Okay. बाकी आप सैंड वुड में इस गाड़ी को बहुत इजीली बड़े आराम से चला सकते हैं. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് സാൻഡ് മോഡിൽ വളരെ എളുപ്പത്തിൽ വളരെ അനായാസമായിട്ട് ഈ വണ്ടി കൈകാര്യം ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്ന സമയത്ത് മാത്രം നമ്മൾ 4 വീൽ ഡ്രൈവ് യൂസ് ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടത്. കിട്ടില്ല സ്ഥലമാണ്. നമുക്കിവിടെ എവിടേക്കോ നിന്ന് കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ സാധിക്കുമെന്നാണ് ചൗധരി സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സൺറൈസ് നമുക്ക് കാണണം. ഇപ്പോൾ ഇന്ന് ആക്ച്വലി കുറച്ച് ഫോഗിയാണ് പല സ്ഥലത്തും. സ്കൈ അത്ര ക്ലിയർ അല്ല. നമുക്ക് വിസിബിലിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരുന്ന വഴിക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കണം. എന്നാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. വീണ്ടും ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റക്കായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും 4 വീൽ ഡ്രൈവ് ഇടുന്നു. എന്നിട്ട് ആ സ്റ്റക്കായ സ്ഥലത്ത് നിന്നും നമ്മൾ വണ്ടി എടുക്കുന്നു. അനങ്ങുന്നില്ല അവിടെ വണ്ടി കണ്ട. സ്റ്റക്കായി ഹെവി പൂഴി. ദേ വണ്ടി ഇവിടെ സ്റ്റക്കായി. ഞങ്ങളുടെ കാല് തന്നെ കുഴിഞ്ഞു പോകുന്നു. ആഹാ അടിപൊളി. എന്ത് മനസ്സിലായി പറയൂ. എന്റെ ഭാഗമാണ് താഴ്ന്നത്. ഓ അങ്ങനെ അല്ല, പക്ഷെ ഇത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഡിഫറെന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ വണ്ടിയിൽ നിന്ന് കാല് താഴെ വെക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതെ, കുഴിഞ്ഞു പോകുന്നുണ്ടോ. ആദ്യത്തെ ഭാഗത്ത് കാല് വെക്കുമ്പോ വലിയ താഴ്ച നമ്മുടെ ബീച്ചിനോടൊക്കെ പോയിട്ട് ചവിട്ടുന്ന പോലത്തെ ഒരു ഫീൽ ഉള്ളൂ. അതെ. സെക്കൻഡ് ആകുമ്പോ വീണ്ടും സ്മൂത്ത് ആയി. തേർഡ് ആകുമ്പോ എന്ന് വെച്ചാല് എന്താ പറയാ, ഏറ്റവും നൈസ് ആയിട്ടുള്ള പൊടി. കാല് പോണ വഴി തന്നെ കാണുന്നത്. കാല് വെക്കുമ്പോൾ ഷൂവിന്റെ പകുതിയോളം താഴ്ന്നു പോവുകയാണ്. അതെ അതെ. അപ്പൊ പിന്നെ ഇത്രയും വെയിറ്റുള്ള വണ്ടി എനിക്കിവിടെ നടക്കാൻ പോലും പറ്റുന്നില്ല മര്യാദയ്ക്ക്. അപ്പൊ ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇതിപ്പോ വണ്ടി ഇവിടെ സ്റ്റക്കായി. ഇത്രയും ഹെവി ടെറൈനിൽ ഇവിടെ വന്നിപ്പോ വണ്ടി സ്റ്റക്കായി. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് കാണാം എന്താണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഇത് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത്. പഴയ പണി തുടരുന്നു. കാറ്റൂരി വിടുന്ന പണിയാ. കുറച്ചുകൂടെ കാറ്റ് കുറയ്ക്കണം. तभी आप जो बोला वो थर्ड वाला ये है और फोर्थ वाला ये थर्ड वाला है. തേർഡ് വാല. ഇതിപ്പോ മൂന്നാമത്തെ ടൈപ്പ് ആണ്. ഈ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇതില് സ്മൂത്തോ. ഞാൻ തന്നെ താഴ്ന്നു വന്ന് കണ്ടറിയണം. നോക്കാം. അതായത് നമ്മൾ ആദ്യം വണ്ടി ചെയ്തത് വളരെ ഒരു ബിഗിനറിന് പോലും വണ്ടി ഓടിക്കാവുന്ന ഒരു ടെറൈൻ. രണ്ടാമത് ചെയ്തത് നെക്സ്റ്റ് സ്റ്റേജ്. ഇപ്പം ചെയ്യുന്നത് 3ാമത്തെ സ്റ്റേജ്. ഇനി ഒരു സ്റ്റേജും കൂടെ ഉണ്ട്. അത് ഇതിൽ ഹെവിയാണ്, എക്സ്ട്രീം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്നും കരകയറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കാറ്റ് കുറച്ചും കൂടെ ഊരി വിട്ടു. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഫുൾ ഇത്തരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടി. താണിങ്ങനെ നിൽക്കുകയാണ്. ഇതിനി ഇവിടെ നിന്ന് കയറുമോ, എന്താണ് അവസ്ഥ, എങ്ങനെയാണ്, ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ ആ വണ്ടി കണ്ടാ അവൻ അവിടെ കിടന്ന് കറങ്ങുന്ന കണ്ടാ. റിവേഴ്സ് എൻഗേജ് ചെയ്യുന്നു, ഫ്രണ്ട് ആക്കുന്നു, റിവേഴ്സ് എൻഗേജ് ചെയ്യുന്നു. ഓടിത്തിറക്കി. ഇതാണ് അതിനകത്ത്, ഇതാണ് ഏറ്റവും പ്രശ്നം. ചെല്ല് താത്തിയിട്ട് നോക്കാനും പറ്റത്തില്ല അല്ലേ.
അങ്ങനെ അതാ നമ്മളുടെ ഹീറോ എപ്പോഴും അവസാനല്ലേ വരുള്ളൂ. ദ റിയൽ ഹീറോ ഓൺ ദ വേ. അങ്ങനെ നമ്മുടെ റിക്കവറി ടീം ഇതാ വരികയാണ്. തൂമ്പാക്കായിട്ടാ വരുന്നേ. അതാ വരുന്നു നമ്മുടെ ഹീറോ. രാജാവ് എപ്പോഴും അവസാനേ വരുള്ളൂ. ദേ വന്ന് കിടക്കുന്നതാണ്ടാ. ഇവിടെ വണ്ടി കുടുങ്ങി കിടക്കുന്ന ഈ സമയത്തും ദേ കോഫി ആയിട്ട് വരുന്ന നമ്മുടെ ചൗധരി ഭായ്. ഐ വാസ് ടെല്ലിംഗ് നോ, we are actually tensed because of the vehicle is stuck there and you're coming with coffee. This is a fun ride in the desert ride. Oh yeah. अगर गाड़ी नहीं फंसेगी तो why you came here? Yeah, that's what. അത്താണ് കണ്ടില്ലേ, വണ്ടി ഇങ്ങനെയൊക്കെ സംഭവിക്കണം, എന്നാലും അതിനകത്തൊരു ഫണ്ണുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തൂമ്പയൊക്കെ വെച്ചിട്ട് ഇതിനകത്തുനിന്ന് സൈഡിൽ നിന്നൊക്കെ മണ്ണ് കോരി എടുത്ത് കണ്ട ഫുൾ പരിപാടിയിലാണ്. കണ്ടില്ലേ, അങ്ങനെ മരുഭൂമിയിൽ ദേ വണ്ടി സ്റ്റക്കായി കിടക്കുന്ന സമയത്ത് നമ്മൾ കാപ്പി കുടിക്കാൻ പോകുന്നു. ഒരു മൈൻഡ് സെറ്റ് അല്ലേ? കറക്റ്റ് മൈൻഡ് സെറ്റാണ്. താങ്ക് യു. ദേ സൂര്യൻ പൊങ്ങി വരുന്നു. ഇതിന്റെ ഇതിന്റെ ഒക്കെ ഫാൻ സെക്ഷനിലേക്കൊക്കെ ഇത് മണ്ണടിച്ച് കയറും. പ്രശ്നമാണ്. അത് കഴിഞ്ഞ് നമ്മൾ സർവീസ് ഫുൾ സർവീസ് ചെയ്യില്ല നമ്മള്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ട് സർവീസ് ചെയ്യും. എന്റെ മറ്റേ വണ്ടി ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഏത് വണ്ടി? ഇതായില്ലോ. അങ്ങനെ ആ വണ്ടിക്കടിയിലെ മണ്ണൊക്കെ നമ്മളിങ്ങനെ തോണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇതെടുക്കാൻ. ഈ പണി വീട്ടിലിരുന്നെങ്കിൽ എന്തോരം കായ്കനികളൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഫ്ലാറ്റിലാ താമസിക്കുന്നത്, അവിടെ പറമ്പില്ല. എന്നാലും താഴെ ഇത്തിരി സൗകര്യമൊക്കെ ഉണ്ടാവില്ല. കണ്ണൂർ കുടിയാമലയിലുണ്ട് അല്ലേ എമ്മിലെ? അവിടെ ഉണ്ട്. അവിടെ ഒരു 10-30 ഏക്കർ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പണി എടുക്കൂലായിരുന്നു. അപ്പോൾ ദേ അവിടെ സൂര്യൻ ഉദിച്ചിങ്ങനെ വരികയാണ്. നമ്മളിവിടെ നമ്മുടെ റിക്കവറി പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റൂരി വിട്ടും അതേപോലെ തന്നെ മണ്ണ് മാറ്റിയും ഒക്കെ എല്ലാം ക്രമീകരിച്ച് അവസാനം ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും. ഇത്രയും കോൺഫിഡന്റ് ആയി. ഹർഷിക്ക എടുക്കാൻ പോവാ? ആ, വെരി ഗുഡ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ വണ്ടി അവിടെ നനക്കാൻ ശ്രമിക്കുകയാണ്. അവർ 2-3 പേര് പുറകിൽ നിന്ന് തള്ളുന്നുണ്ട്. എൻ്റെ പൊന്നേ, ഇനി പുള്ളി അത് കൊണ്ട് ഒരു പരിപാടി നടത്തിയിട്ടേ വരുള്ളൂ. കേരള കയറ്റം കണ്ട രക്ഷയില്ലടാ. അടിപൊളി 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 അടിപൊളി. ഇനി ഇപ്പൊ ഇതില്ലേ പോണ്ടായത് കയറ്റം. നമ്മള് കയറാൻ പറഞ്ഞു. ഓക്കെ. എന്റെ പൊന്നോ, അങ്ങനെ നമ്മളതാ കയറ്റം കയറ്റിയിരിക്കുകയാണ്. അടിപൊളി കേട്ടോ സംഭവം. കിടുക്കൻ എക്സ്പീരിയൻസ് ആണ്, ഒരു രക്ഷയില്ല. ഞങ്ങൾ രാവിലെ വന്നത് കൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ഇതുപോലെ വലിയ വെയിലൊന്നും ഇല്ലാതെ നമുക്ക് ഈ പരിപാടികൾ നടത്താൻ സാധിച്ചു. കണ്ട എനിക്ക് ക്യാമറ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്യാമറ അയ്യോ ശരിയേട്ടാ, ദേ ചാടിക്കാൻ പോണു. എന്റെ പൊന്നെ, ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. പൊന്നെ, എത്ര അനായാസമാണല്ലേ ഇവര് ഇവിടെ വണ്ടിയിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ടയർ പ്രഷർ 15-ലാണ് കിടക്കുന്നത്. 4 ടയറും 15, 16 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എന്താണ്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഒന്നും മനസ്സിലാവില്ല. അടുത്ത കുഴി ചടിക്കാൻ പോ. നേരെ തലകുത്തി മൂക്ക് നേരത്തെ മുട്ടരുത്. അയ്യോ, ക്യാമറ ഫ്രണ്ടിലേക്ക് കയറ്റി പിടിച്ച് ഇറങ്ങുന്നാണ്ടാ. ഓ, ഒരു ടച്ച് പോലും ഇല്ല ബമ്പറിലൊന്നും അല്ലേ? ഒരു സംഭവം ഇല്ല. അതാണ് വണ്ടിയുടെ ആംഗിളൊക്കെ കറക്റ്റ് ഡിസൈനാണ് മൊത്തത്തിലെല്ലാം. ഓ
കണ്ടോ ഇത് ഇതിന്റെ കംപ്ലീറ്റ് ഇവിടുത്തെ പരിപാടി ഒരു ചെറിയൊരു ആക്സിലറേഷന്റെ മേലെയാണ്ടോ. അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് സ്റ്റക്കാകാൻ പോയി എന്ന് വന്നപ്പോഴത്തേക്കിനും വണ്ടി റിവേഴ്സ് ഇട്ടു, ബാക്കിലോട്ട് മാറ്റി, ഫ്രണ്ടിലോട്ട് മാറ്റി, ബാക്കിലോട്ട് മാറ്റി, അങ്ങനെയാണ് ഇത് എടുത്തോണ്ട് പോകുന്നത്. കണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ പോയി സ്റ്റക്കായത് കണ്ടില്ല ഇതുണ്ട് ആ ഭാഗത്ത്. അവിടെ എന്റെ പൊന്നെ എങ്ങനെയുണ്ട്? സൂപ്പർ, ഒന്നൊന്നര എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. കിടുക്കാച്ചി. ശരിക്കും ഇവിടൊക്കെ ഒന്ന് വഴി തെറ്റിപ്പോ എന്ത് ചെയ്യും അല്ലേ? ഇങ്ങോട്ട് പോവല്ലേ? ഒന്നും ചെയ്യാനില്ല. ഇവിടെ നമ്മൾ ഒറ്റക്കൊക്കെ വന്നിട്ട് ഇവിടെ ഒന്നും വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫുള്ള് സീനാവും. ഒരു കാര്യം ചെയ്യാം, വെറുതെ വണ്ടിയുടെ വെള്ളം കുടിച്ചിട്ട് കരയാ. അത് പൊരിച്ച് ഞാൻ ചാടിക്കാൻ പോണു അടുത്ത വഴി. മൂക്ക് കുത്തി ചാടിക്കൊണ്ടിരിക്കുകയാണ്. മരമല്ല, ചെടിയാ, ബുഷ്. ഓ ദേഴ്സ് എ ട്രീ. ഓ വാവ്, ഓ മൈ ഗോഡ്. മരുഭൂമിക്ക് നടുവിൽ നിൽക്കുന്ന ഒരു മരം കണ്ടില്ലേ? കയറാൻ പോകുന്നു. അയ്യോ എന്റെ അതെ, ഒറ്റ കയ്യിലാണ് കംപ്ലീറ്റ് പരിപാടി പുള്ളി. ഒരു കൈ അവിടെ പിടിച്ചിരിക്കുന്നു, ഒരു കൈയിലാണ് ഫുൾ തിരി പരിപാടിയൊക്കെ. എന്റെ പൊന്നോ, ഇപ്പൊ ഇവിടെ കുടുങ്ങിയാനെ നമ്മളിപ്പോൾ അത് കുടുങ്ങാതെ രക്ഷപ്പെടുക്കും. ഇമ്മീഡിയറ്റ്ലി റിവേഴ്സ് ഇട്ടു കണ്ടോ, എൻഗേജ് ചെയ്ത് മാറ്റി കണ്ടോ. അവിടെ കുടുങ്ങിയാനില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതുപോലുള്ള ചില സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. अभी अब सनराइज की कुछ फोटोज यहाँ से अच्छी है। ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നിന്നിട്ട് സൺറൈസിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് സീ. മരുഭൂമിക്ക് നടുവിൽ ഒരു ചെറിയൊരു മരം നിൽക്കുന്നുണ്ടല്ലേ, ചെറുതല്ല, അത്യാവശ്യം വലിയ മരം തന്നെയാണത്. ആ ഒരൊറ്റ മരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇവരുടെ ഒരു പാർട്ടി പ്ലേസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹാരിസൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. ഏതോ ഒരു പ്രാണി അവിടെ കൂടെ പോകുന്നുണ്ട്. നമ്മള് മമ്മി സിനിമയിലെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരു വണ്ട് നടന്നു പോകുന്നത് എടുത്തതാണ്. ഈ സാൻഡ് തെറിക്കുന്നുണ്ട്. കണ്ണട വെക്കേണ്ടി വരും. കണ്ണട വെച്ചില്ലെങ്കിലേ സാൻഡ് തെറിക്കുന്നുണ്ട്. വല്ലാതെ പൊടി ഇങ്ങനെ കാറ്റടിക്കുമ്പോഴേ ഇതിങ്ങനെ തെറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വരും. കണ്ട നമ്മുടെ വണ്ടി കണ്ട കിടക്കണ കിടപ്പ് കണ്ട ഫുള്ള് സാൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണ കിടപ്പ് കണ്ട. യെസ്, അവിടെ നമുക്ക് സൂര്യൻ ഉദിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ആ ഫോട്ടോസൊക്കെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലുണ്ടാവും, കാണുക.
ഞങ്ങളിവിടെ കിട്ടില്ലൻ ജമ്പ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചൗധരി ഭായ് 3 ജമ്പ് എടുത്തു. ഇനി ഒരു ജമ്പും കൂടെ എടുക്കും. ഞങ്ങൾ ആ ജമ്പിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് കണ്ടില്ലേ, ഭയങ്കര കാറ്റാണ് ഇവിടെ. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റുന്നില്ല. പൊടി അടിക്കുന്നതുകൊണ്ട് നമ്മളാണ് ഈ കണ്ണട വെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് പൊടി അടിക്കുന്നുണ്ട്. എന്തായാലും ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആട്ടോ. കിട്ടില്ല വിഷ്വൽസ് അല്ലേ. ജമ്പ് ചാടുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി ട്രൈപോഡും വെച്ച് മരുഭൂമിയിലിരിക്കുന്ന ഹാരിസിക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അതാ ജമ്പ് എടുക്കാനായിട്ട് 2 പേരും കൂടെ പോകുന്നു. ചൗധരി സാറാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ ഒരു പൊരിയാട്ടോ, ഒരു രക്ഷയില്ല. കണ്ടില്ലേ പോണ പോക്കണ്ട, എന്താ വേണ്ടത് ഇനി കണ്ടാ. ഓ അമേസിങ്. ഓ കണ്ടാ, അവിടെ കുടുങ്ങുന്നതിന് പകരമായിട്ട് റിവേഴ്സ് എടുത്ത് അതിങ്ങനെ ഇറക്കി കുടുക്കി. എൻ്റെ പൊന്നേ, ഇതൊക്കെയാണ് ഒരു അനുഭവം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഓരോ വണ്ടിയുടെ ക്യാപ്പബിലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലാണ്. കണ്ടില്ലേ എന്തോരം ക്യാപ്പബിൾ വെഹിക്കിളാണെന്ന് നോക്കി എടുത്തോണ്ട് പോകുന്നത്. ആഹാ, അതാണ് നമ്മുടെ ജമ്പ് എടുക്കുന്ന സ്ഥലം. അയ്യോ മറിഞ്ഞു. അങ്ങനെ അവരുടെ ജമ്പിന് വേണ്ടി നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. ജമ്പ് ഇവിടെ വണ്ടി ഇവിടെ എത്തുന്നതിന് മുമ്പ് ഹോൺ അടിച്ചു. അവരിപ്പോൾ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓ അച്ചാതി ജമ്പായിരുന്നു. ആ ഒരു ജമ്പിന് ശേഷം ഇതാ അടുത്ത ജമ്പ് എടുക്കാനായിട്ട് പോകുന്നു. ഹാരിസൊക്കെ അവിടെ കിടന്നാണ് ജമ്പിൻ്റെ ഷോട്ട് എടുക്കാൻ പോകുന്നത്. അവിടെ നിന്ന് അവിടെ നിന്ന് ആ വണ്ടി ഇറങ്ങിപ്പോകുന്ന വിഷയം അടിപൊളിയാട്ടാ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ചൗധരി ഭായിനെ കൊണ്ട് നമ്മൾ 4 ജമ്പ് എടുപ്പിച്ചു. ആൻഡ് ദാറ്റ് വാസ് റിയലി ഗ്രേറ്റ് എന്ന് തന്നെ പറയണം. ആൻഡ് എന്താ പറയുക, വി ആർ സോ ലക്കി ടു ഹാവ് യു ഹിയർ. താങ്ക് യു സോ മച്ച്. ഞാൻ ആ വണ്ടിക്കകത്തിരുന്നാണ്. ഐ വാസ് ജസ്റ്റ് ലൈക്ക് വെരി കംഫർട്ടബിൾ. ഒരു ആദ്യം വന്നപ്പോൾ ഒരു ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ കൈയുടെ തഴക്കം കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ലോ, ഞാൻ വെറുതെ ചുമ്മാ സിമ്പിളായിട്ട് എൻ്റെ അകത്തിരുന്നു. ഒറ്റ കൈ കൊണ്ടാണോ ജമ്പ് എടുത്തത്? എല്ലാം സിമ്പിളാണ്, പെർഫെക്റ്റ്. ഇത് എക്സ്പീരിയൻസും വർഷങ്ങളുടെ എക്സ്പീരിയൻസും കൊണ്ടുണ്ടാകുന്ന ഒരു എക്സ്പെർട്ടൈസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്യാമെന്ന് നമ്മളാരും വിചാരിക്കരുത്. ഇറ്റ്സ് വെരി, ഇത് അത്ര ഈസി ഒന്നുമല്ല. ഒക്കെ ഒരു കൺട്രോളും എല്ലാം ആ എക്സ്പീരിയൻസിൻ്റെ ഇത് തന്നെ. ഞാനത് കണ്ടതാണ്, ഒരു കൈ കൊണ്ട് ആ മനുഷ്യൻ ചെയ്യുന്ന പ്രകടനം. അമേസിങ്. ശരിക്കും എന്താ പറയുക, ഒന്നും അല്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു അവസരമാണ് ചില ആൾക്കാരോട് നമുക്ക് നിൽക്കുമ്പം ഫീൽ ചെയ്യുന്നത്. അതെന്തായാലും ഞങ്ങൾ അനുഭവിച്ചു. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക അനുഭവമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് കൈരളി ഫോർഡ് ഫോർ ഗിവിങ് അസ് ദിസ് വെഹിക്കിൾ. പ്രത്യേകിച്ച് ഷിന്നോനോടും ബാക്കി എല്ലാവരോടും നമ്മൾ അകമഴിഞ്ഞ് കടപ്പെട്ടിരിക്കുന്നു. കാരണം നമുക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചത് നിങ്ങൾ ഈ വണ്ടി തന്നുകൊണ്ടാണ്. ഇനി ആരേത് വണ്ടി തന്നാലും നമുക്ക് ഇതേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയൊക്കെയാണ് നമ്മൾ ഇതേപോലെ കൊണ്ടുപോവുകയും ചെയ്യും, ഇല്ലേ? ഇത്രയും നേരത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ വയലുകളിൽ ഇതിന്റെ ബാക്കിൽ കണ്ട ഉഴാൻ വേണമെങ്കിൽ എടുക്കാം. അത്രക്കും പവർഫുൾ ആയിട്ടാണ്. അതായത് ചെളി പോട്ടെ, ഇവിടത്തെ ഇത്രയും ഇത് നിങ്ങളെ വിഷ്വലി കണ്ടി മനസ്സിലാവും. ഇത്രയും ടഫായിട്ടുള്ള ഇതിനകത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാര്യം തമാശക്ക് പറഞ്ഞാണെങ്കിലും കാര്യമായിട്ട് ആലോചിക്കട്ടെ. എൻഡേവറുള്ള മുതലാളിമാർക്ക് നില ഉഴാനും വേണമെങ്കിൽ ഇത് എൻഡേവറിന്റെ ഫുൾ കംപ്ലീറ്റ് കേപ്പബിലിറ്റി നമുക്ക് പലർക്കും ഈ പറയുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. സോ ഇത് അതിനൊരു നിങ്ങളുടെ വണ്ടി എത്രമാത്രം കേപ്പബിൾ ആണ് എന്ന് നിങ്ങൾക്കും കൂടെ മനസ്സിലായി കാണുമല്ലോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ. സോ ഇതുപോലെ ഓഫ് റോഡിംഗ് ഒക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ യാത്ര സ്പോൺസർ ചെയ്ത ഇംഗ്ലീഷ് മിത്ര, നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ഇംഗ്ലീഷ് മിത്ര എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ വാട്സപ്പിലൂടെ ലോകത്ത് എവിടെ ഇരുന്നും വളരെ അനായാസമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ഇംഗ്ലീഷ് മിത്ര. അപ്പോൾ നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാനുള്ള ലിങ്കും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരെ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ നാളത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്, ഇനിയിപ്പം ചൗധരി ഭായ് നമ്മുടെ എമിലിൻ്റെ ഡെസേർട്ടിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ പോവുകയാണ്. ആ ട്രെയിനിങ്ങിന് ശേഷം എമിൽ
ജമ്പ് എടുക്കുമല്ലോ അല്ലേ? ഞാൻ ജമ്പ് എടുക്കും. അല്ല, ജമ്പ് എടുക്കുന്നതിനല്ല ആക്ച്വലി, ജമ്പ് എടുക്കുന്നതിനേക്കാളും ട്രെയിനിങ് ആവശ്യമുള്ളത് ഇതിപ്പോൾ നേരത്തെ അതിലും ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തോന്നി ഇവിടെ ഒരു സ്ലൈഡ് ഒക്കെ ഉണ്ട്. അത് വണ്ടിയുടെ കേപ്പബിലിറ്റി മാത്രമല്ല, നമ്മുടെ ഒരു പ്രഡിക്ഷനും ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ വേണം. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. സോ അടുത്ത വീഡിയോയിൽ നമ്മളതൊക്കെ നമ്മൾ കാണും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1.5 ഡയലോഗ് പറയുന്നുണ്ട്. അത് കുറെ ദിവസം ഞാൻ പറയുന്നു. അത് ആ വീഡിയോ കഴിഞ്ഞിട്ടേ ഞാൻ പറയുള്ളൂ. അപ്പൊ കാണാം നാളെ മറ്റൊരു വീഡിയോയുമായിട്ട്. ചൗധരി സാറിനോടൊപ്പം ബൈ.